ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഇവിടെ നോക്കിയാലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയ ഒരു ചക്ക. അപ്പോൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ചക്കബോളി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കബോളി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്, അതും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. 2 സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാകാനും പാടില്ല, എന്നാലും കുറുകാനും പാടില്ല. ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഒരുപാട് പഴുത്ത ചക്കപ്പഴം അല്ല കേട്ടോ, മിനിമം ആയിട്ട് പഴുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഓരോ ചക്കച്ചോളം എടുത്തിട്ട് ഈ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ചക്കപ്പഴം ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയുള്ള ചക്കപ്പഴം കൂടെ ഇതുപോലെ നമുക്ക് ബാറ്ററി മുക്കി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്നാക്സാണിത്. ചക്ക സീസണിലാണ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.